Good morning, dear friends. Today we move to our next unit, Nature's Kitchen. It's about plants. There are several types of plants on earth. Almost all the plants have same basic parts. Let us start this lesson with a pep activity. Take a studio, page number 23. Activity number 2.1. Figure 1 describes the basic parts of a plant and their functions. Fill in the blanks suitably. Look at the picture and describe the basic parts of a plant and their functions. Their functions are given there. Write down the missing parts. Parts of that plants are missing. Write down the missing parts. Okay. The basic parts of a plant are each part has its own function. All these parts help the plants to grow and stay healthy. All the parts help the plants to grow and stay healthy. പ്ലാന്റ്സിനെ വളരാനായിട്ടും സ്റ്റേ ഹെൽത്തി ആരോഗ്യത്തോടെ നിലനിൽക്കാനായിട്ടും ഓരോ പാർട്സും സഹായിക്കുന്നു എന്നാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? ടുഡേ വി ലേൺ അബൌട്ട് ലീവ്സ്. ലീവ്സ് ആർ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് എ പ്ലാന്റ്. ഒരു പ്ലാന്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് ഏതാണ്? ലീവ്സ് ആണ്. Why do we call leaves are the most important part? What's the reason? Leaves prepare food for the plant. Leaves prepare food for the plant. What is that process called? The process of making food is called photosynthesis. Photosynthesis എന്ന പ്രോസസ്സിലൂടെയാണ് പ്ലാന്റ്സിലെ ലീവ്സ് എന്ത് ചെയ്യുന്നത്? പ്ലാന്റ്സിന് വേണ്ട ആഹാരം നിർമ്മിക്കുന്നത്. ഡു യു തിങ്ക് ഓൾ ദ ലീവ്സ് ആർ എലൈക്ക്? എല്ലാ ലീവ്സും ഒരുപോലെയാണോ ഇരിക്കുന്നത്? ലെറ്റ് us കൺസിഡർ ഡിഫറെന്റ് ലീവ്സ്. ഓക്കെ, എല്ലാ ലീവ്സും ഒരുപോലെയാണോ ഇരിക്കുന്നത്? അല്ല. ലീവ്സ് ആർ ഡിഫറെന്റ്, പല രീതിയിൽ, ഡിഫറെന്റ് സൈസ്, ഡിഫറെന്റ് ഷേപ്പ്. ഡിഫറെന്റ് സൈസിലും ഡിഫറെന്റ് ഷേപ്സിലും എല്ലാം നമുക്ക് എന്തുണ്ട്? ലീവ്സ് ഉണ്ട്. ബട്ട് ദർ കളർ, ഓൾ ദ ലീവ്സ് ആർ, മോസ്റ്റ് ഓഫ് ദ ലീവ്സ് ആർ ഗ്രീൻ ഇൻ കളർ. ഗ്രീൻ കളറിലാണ് ഇരിക്കുന്നത്. ടുഡേ വി ലേൺ ദ പാർട്സ് ഓഫ് എ ലീഫ്. ലീഫിന്റെ പാർട്സ് ആണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ലീഫിന്റെ ഫസ്റ്റ് പാർട്ട് ലീഫ് ബ്ലേഡ്. ഈ പോർഷൻ, മുകൾ ഭാഗത്ത് കാണുന്ന ഈ പരന്ന ഭാഗത്തിന് പറയുന്ന പേരാണ് ലീഫ് ബ്ലേഡ്. ലീഫ് ബ്ലേഡ് ഓർ ലാമിന. വാട്ട് ഈസ് ദാറ്റ്? ലീഫ് ബ്ലേഡ് ഓർ ലാമിന. ദർ ഇസ് എ central vein or midrib. There is a central vein or midrib. What do you mean by rib? വാരിയല്ലേ, ഹ്യൂമൻസിന്റെ ബാക്കിൽ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ, മെയിൻ ആയിട്ടുള്ളൊരു റിബ് ഉണ്ടെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ മിഡ് റിബ് ഓർ സെൻട്രൽ വെയിൻ. മിഡ് റിബ് ഓർ സെൻട്രൽ വെയിൻ. Look here, there are several veins. ഈ ചെറിയ ചെറിയ വരകൾ പോലെ കാണപ്പെടുന്നതിനെയാണ് വെയിൻസ് എന്ന് പറയുന്നത്. വെയിൻസ്, വെയിൻസ്. ഇനി എന്ത് ചെയ്യുന്നു? ലീഫ് സ്റ്റോക്ക്, നമ്മൾ തണ്ടിൽ നിന്ന് അടർത്തി മാറ്റുന്ന ഈ ഭാഗം. ദ പാർട്ട് ഓഫ് ലീഫ് ദാറ്റ് അറ്റാച്ച്ഡ് ടു ദ സ്റ്റെം. സ്റ്റെമ്മിലേക്ക് അറ്റാച്ച് ചെയ്തിരിക്കുന്ന പാർട്ട്, അതിന് പറയുന്ന പേരാണ് leaf stalk. What is that? Leaf stalk. So there is a leaf blade. Leaf blade എന്ന് പറഞ്ഞെങ്കിൽ എന്താണ്?
ഇലയുടെ ഈ പുറം ഭാഗത്ത് കാണുന്ന ഈ പ്രതലം ലീഫ് ബ്ലേഡ്. നമ്മൾ വാഴയിലേക്കാണെങ്കിൽ നമ്മൾ ചോറുണ്ണാനൊക്കെ ആയിട്ട് എടുക്കുന്ന ലീഫ് ബ്ലേഡ് ആണ്. There are so many veins. ചെറിയ ചെറിയ വെയിൻസ്, ഇങ്ങനെ വരകൾ പോലെയുള്ള ഭാഗമുണ്ട്. Veins are thin, narrow, tube-like structures branching throughout the leaf. ലീഫിൽ മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന ട്യൂബ്-ലൈക്ക് സ്ട്രക്ചേഴ്സ്, തിൻ, വളരെ കനം കുറഞ്ഞ ട്യൂബ്-ലൈക്ക് സ്ട്രക്ചേഴ്സിന് പറയുന്ന പേരാണ് veins. There is a main rib or central vein. ഒരു പ്രധാന വെയിൻ ഉണ്ട്, or mid rib എന്നാണ് ഇതിനകത്ത് പറയുന്നത്. From this mid rib, other veins are arise. Veins arises from this main rib. ഈ veins എന്നുള്ള ട്യൂബുലാർ സ്ട്രക്ചർ തുടങ്ങുന്നത് എവിടെ നിന്നാണ്? മിഡ് റിബ്, അതല്ലെങ്കിൽ എവിടെ നിന്ന്? സെൻട്രൽ വെയിനിൽ നിന്നാണ് തുടങ്ങുന്നത്. ദിസ് മിഡ് റിബ് സപ്പോർട്ട്സ് ദ ലീഫ് ബ്ലേഡ്. ഈ ലീഫ് ബ്ലേഡിനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന, ഒരു താങ്ങ് കൊടുക്കുന്നതാണ് ആര്? മിഡ് റിബ് ഓർ സെൻട്രൽ വെയിൻ. The midrib or central vein supports the leaf blade. Leaf blade ne support ചെയ്യുന്നു and gives rise to veins. മറ്റ് ട്യൂബ് ലൈക്ക് സ്ട്രക്ചർ ആയ വെയിൻസ് എല്ലാം തുടങ്ങുന്നത് ഈ മെയിൻ റിബ് അല്ലെങ്കിൽ സെൻട്രൽ വെയിനിൽ നിന്നാണ് തുടങ്ങുന്നത്. ഇതും ട്യൂബ് ലൈക്ക് സ്ട്രക്ചർ ആണ്. ഇറ്റ് ഗീവ്സ് സപ്പോർട്ട് ടു ദ ലീഫ് ബ്ലേഡ്. ലീഫ് ബ്ലേഡിന് വേണ്ട സപ്പോർട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ലീഫ് ബ്ലേഡ് കണ്ടോ ഇങ്ങനെ പരന്ന് വ്യാപിച്ചിരിക്കുന്നത്? ബ്രോഡ് ഫ്ലാറ്റ് സർഫസ്, ഈ പരന്ന പ്രതലത്തിന് പറയുന്നത്. ദിസ് ബ്രോഡ് ആൻഡ് ഫ്ലാറ്റ് സർഫസ് ഇസ് കോൾഡ് ലീഫ് ബ്ലേഡ്. LEAFBLADE, ലീഫ് ബ്ലേഡ് ഓർ ലാമിന. ലീഫ് ബ്ലേഡ് അല്ലെങ്കിൽ ലാമിന എന്നാണ് പറയുന്നത്. നോക്കിയാൽ തന്നെ അറിയാം. There are several tube-like structures called veins. ട്യൂബ്-ലൈക്ക് സ്ട്രക്ചേഴ്സിന് പറയുന്ന പേരാണ് വെയിൻസ് എന്ന് പറയുന്നത്. There is a midrib or central vein. From this central vein, veins arises. വെയിൻസ് എന്ത് ചെയ്യുന്നു? ഉണ്ടാകുന്നത്, തുടങ്ങുന്നത് ഇവിടെ നിന്നാണ്. മിഡ്രിബ് അല്ലെങ്കിൽ സെൻട്രൽ വെയിനിൽ നിന്നാണ് ഉണ്ടാകുന്നത്. വെയിൻസ് ക്യാരി ഫുഡ് ആൻഡ് ന്യൂട്രിയൻസ് ടു ഓൾ പാർട്സ് ഓഫ് ദ ലീഫ്. ലീഫിന് വേണ്ട ഫുഡ് എല്ലാ ഭാഗത്തേക്കും എത്തിച്ചു കൊടുക്കുന്നത്. നോക്കി, ഇങ്ങനെ അറ്റം വരെ ഉണ്ട് വെയിൻസ്, ഇവിടെ നിന്ന് മുതൽ. അപ്പൊ ഫുഡിന്, ലീഫിന് വേണ്ട ഫുഡ് എല്ലാം കൊണ്ടേ കൊടുക്കുന്നത് ആരാണ്? ഈ വെയിൻസ് വഴിയാണ് പോകുന്നത്. വെള്ളവും ആവശ്യത്തിനുള്ള ഫുഡും. നെക്സ്റ്റ് ലീഫ് സ്റ്റോക്ക് ആണ്. ഓരോ ചെടിയും അല്ലെങ്കിൽ ഓരോ ലീഫും സ്റ്റെമ്മിലേക്ക് അറ്റാച്ച് ചെയ്തിരിക്കുന്ന പാർട്ട്. ദിസ് ഇസ് കോൾഡ് ലീഫ് സ്റ്റോക്ക്. Thin structure that attaches the leaf to the stem. വളരെ തിന്നാണ്, കട്ടി കുറവായിരിക്കും. എന്നിട്ട് അത് എന്ത് ചെയ്യുന്നു? അറ്റാച്ചസ് ലീഫ് ടു ദ സ്റ്റെം. സ്റ്റെമ്മിലേക്ക് ലീവ്സിനെ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഭാഗത്തിന് പറയുന്ന പേരാണ് ലീഫ് സ്റ്റോക്ക്. അപ്പോൾ ഏതൊക്കെയാണ് പാർട്സ്? ദ ഫ്ലാറ്റ് ബ്രോഡ് സർഫസ്, നമ്മൾ കാണുന്ന ഈ പരന്ന ഈ പ്രതലത്തിന് പറയുന്ന പേരാണ് ലീഫ് ബ്ലേഡ്. ഇതാണ് ലീഫ് ബ്ലേഡ്. And there is a small tube-like structure called veins. Tube-like structure ഉണ്ട് ഇതിനകത്ത്. അതിന് പറയുന്ന പേരെന്താണ്? വെയിൻസ് ആണ്. There is a midrib. ബാക്ക് സൈഡിലാണ് ശരിക്കും കാണാൻ പറ്റുള്ളൂ, ഫ്രണ്ടിലേക്കും ഉണ്ടെങ്കിലും താഴെയാണ് കൂടുതൽ പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്നത്. മിഡ്രിബ് ഓർ സെൻട്രൽ വെയിൻ. This is a tube-like structure. It gives supports to the ലീഫ് ബ്ലേഡ്. ലീഫ് ബ്ലേഡിന് വേണ്ട സപ്പോർട്ട്, ഉറപ്പ് നൽകുന്നത് ഈ മെയിൻ വെയിൻ ഓർ സെൻട്രൽ വെയിൻ ഓർ മിഡ്രിബ്. ആൻഡ് വെയിൻസ് അറൈസ് ഓർ റൈസസ് ഫ്രം ദിസ് മിഡ്രിബ്. മിഡ്രിബിൽ നിന്നാണ് എന്ത് ചെയ്യുന്ന വെയിൻസ് എല്ലാം പുറപ്പെടുന്നത്, സ്റ്റാർട്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ ലീഫ് സ്റ്റോക്ക്. ലീഫ് സ്റ്റോക്ക് ഇസ് എ തിൻ പാർട്ട് that attaches the leaf to the stem. ലീഫിനെ സ്റ്റെമ്മുമായിട്ട് കണക്ട് ചെയ്യുന്ന പാർട്ടാണ് ലീഫ് സ്റ്റോക്ക്. ഓക്കെ, ലീഫ് ബ്ലേഡ്, broad flat surface is called leaf blade. There are small tube-like structures called veins. There is a midrib or central vein. From this central vein, other veins are rises. മറ്റു വെയിൻസ് എല്ലാം തുടങ്ങുന്നത് മിഡ്രിബിൽ നിന്നാണ്. വെയിൻസ് ക്യാരി
ഫുഡ് ആൻഡ് വാട്ടർ ടു ഓൾ പാർട്സ് ഓഫ് ദ ലീഫ്. ലീഫിൻ്റെ എല്ലാ ഭാഗത്തേക്കും വേണ്ട വെള്ളവും ഫുഡും ഭക്ഷണ കാര്യങ്ങൾ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് വെയിൻസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ദീസ് ആർ ദ parts of a leaf. First one, leaf blade, flat broad surface, leaf blade or lamina. Second one, veins, tube-like structures called veins. These veins carry water and food to all part of the leaf. Next one, midrib or central vein. It's a tube-like structure. It supports the leaf blade. Veins arises from this midrib. Midribൽ നിന്നാണ് എന്ത് വരുന്നത്? വെയിൻസ് എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത്. It gives support to the leaf blade. Last part is leaf stalk. Leaf stalk attaches the leaf to the stem. സ്റ്റെമ്മിലേക്ക് അറ്റാച്ച് ചെയ്തിരിക്കുകയാണ്, നമ്മളിങ്ങനെ പൊട്ടിച്ചെടുക്കുന്നത് അല്ലേ, അവിടെ ചേർന്നിരിക്കുകയാണ്. ഇപ്പോൾ വീട്ടിൽ പോയിട്ട് ഒരു ചെടി ഏതെങ്കിലും എടുക്കുക, ഒബ്സർവ് ചെയ്യുക, ലീഫ് ബ്ലേഡ്, സെൻട്രൽ വെയിൻ ഓർ മിഡ്രിബ് വെയിൻസ് ഒന്ന് നോക്കുക, പിന്നെ അതിൻ്റെ ലീഫ് സ്റ്റോക്ക്, ഇത്രയും കാര്യങ്ങൾ ഒന്ന് ഒബ്സർവ് ചെയ്യുക. ഓക്കെ, ദെൻ മൂവ് ടു ആക്ടിവിറ്റി 2.2, പേജ് നമ്പർ 24. Form pairs. Collect one leaf each from 3 different plants and identify its parts. What you need: one leaf each from 3 different plants, a pencil and an eraser, color pencils. So, collect 3 different leaves. 3 വ്യത്യസ്തങ്ങളായിട്ടുള്ള ലീഫ് ഇതുപോലെ സെലക്ട് ചെയ്യുക. ഏകദേശം ഒരുപോലെ ഇരിക്കുന്നതല്ല, എല്ലാം വ്യത്യസ്തമായിട്ടുള്ള വെറൈറ്റി ലീവ്സ് കളക്ട് ചെയ്യുക. അതിനുശേഷം എന്ത് ചെയ്യുക? യൂസിങ് എ പെൻസിൽ ഡ്രോ ആൻഡ് കളർ ദ ലീവ്സ് ദാറ്റ് യു ഹാവ് കളക്റ്റഡ്. നിങ്ങൾ എടുത്തിരിക്കുന്ന ലീവ്സ് ഏതാന്ന് വെച്ചാൽ അത് ഇവിടെ അതിൻ്റെ ഔട്ട്ലൈൻ വരയ്ക്കുക, കളർ ചെയ്യുക. ഈ സ്പേസിൽ പറ്റില്ലെങ്കിൽ നമ്മൾ നോട്ട്ബുക്കിൽ ചെയ്താലും മതി. ലേബൽ ദ പാർട്സ് ഓഫ് ഈച്ച് ലീഫ്. ഓരോ ലീഫിൻ്റെയും പാർട്സ് ഏതാണെന്ന് മാർക്ക് ചെയ്യുക. വാട്ട് യു ഒബ്സർവ്ഡ് ആൻഡ് ആൻസർ ദ ഫോളോവിങ് ക്വസ്റ്റ്യൻസ്. ഓൾ ദ 3 leaves have dash parts, same or different. All the 3 leaves have dash colors. നിങ്ങളുടെ ഒബ്സർവേഷനിൽ നിന്ന് ലീവ്സിന്റെ പാർട്സ് എല്ലാം സെയിം ആണോ ഡിഫറെന്റ് ആണോ എന്ന് എഴുതുക, കളർ എങ്ങനെയാണെന്നുള്ളതും എഴുതുക. ഓക്കെ, we already learned that plants are living things. The life process of living things include a respiration. Respiration means taking oxygen or taking air, take fresh air or breathe in air. അകത്തേക്ക് ശ്വാസം എടുക്കുന്നു and use this air to produce energy from our food. നമ്മുടെ ഫുഡിൽ നിന്ന് എനർജി റിലീസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഈ എയർ യൂസ് ചെയ്യുന്നു, ബ്രീത്ത് ചെയ്യുന്ന എയർ യൂസ് ചെയ്യുന്നു. ദാറ്റ് പ്രോസസ് ഈസ് കോൾഡ് റെസ്പിറേഷൻ. പ്ലാന്റ് ഇസ് എ ലിവിങ് തിങ്, സോ ഇറ്റ് ഓൾസോ റെസ്പിറേറ്റ്. പ്ലാന്റ്സും എന്ത് ചെയ്യുന്നുണ്ട്? റെസ്പിറേറ്റ് ചെയ്യുന്നുണ്ട്. പ്ലാന്റ്സ് ഓൾസോ റെസ്പിറേറ്റ്. അവർ ശ്വസിക്കുന്നുണ്ട്, നമ്മളത് പഠിച്ചായിരുന്നു. പ്ലാന്റ്സ് ബ്രീത്ത് ത്രൂ വിച്ച് ഓർഗൻ? There is no breathing organ in plants, but they breathe using tiny pores or tiny holes present on the leaves. ലീവ്സിലുള്ള tiny pores, സുഷിരങ്ങളിലൂടെ, ചെറിയ സുഷിരങ്ങളിലൂടെ ശ്വസിക്കുന്നു. What we call that? എന്താ നമ്മൾ അതിനെ വിളിക്കുക? Okay, stomata. Plants breathe through tiny pores on the leaves. These pores are called stomata. Plants എന്ത് ചെയ്യുന്നു? സ്റ്റൊമേറ്റയിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? ശ്വസിക്കുന്നത്. They take in oxygen and send out or give out carbon dioxide. അവരെന്ത് ചെയ്യുന്നു? ഓക്സിജൻ അകത്തേക്ക് എടുക്കുന്നു and give out
കാർബൺ ഡൈ ഓക്സൈഡ് ഡ്യൂറിങ് റെസ്പിറേഷൻ. റെസ്പിറേഷന്റെ സമയത്ത് ഓക്സിജൻ അകത്തേക്ക് എടുക്കുകയും കാർബൺ ഡൈ ഓക്സൈഡിനെ പുറത്തേക്ക് കളയുകയും ചെയ്യുന്നു. Most of the plants use this carbon dioxide to produce food and give out oxygen. അവരെന്ത് ചെയ്യുന്നു? ഈ റിലീസ് ചെയ്യുന്ന കാർബൺ ഡൈ ഓക്സൈഡിനെ അല്ലെങ്കിൽ ഹ്യൂമൻ ബീയിങ്സ് പുറത്തേക്ക് റിലീസ് ചെയ്യുന്ന കാർബൺ ഡൈ ഓക്സൈഡിനെ സ്വീകരിച്ച് എന്തുണ്ടാവുന്നു? They prepare their own food. അവരുടെ ഭക്ഷണം ഉണ്ടാക്കുന്നു. Go to page number 26. Look at the picture of that stomata. Leaf blade under. Land plants that grow on land have stomata under their leaf blade. Leaf blade താഴെ അടിഭാഗത്തായിട്ടാണ് കരയിൽ വളരുന്ന സസ്യങ്ങളിൽ സ്റ്റൊമേറ്റ കാണപ്പെടുന്നത്. There is a small opening. This is stomata. ഈ ഓപ്പണിങ്ങിലൂടെയാണ് they take in and give out air. അകത്തേക്ക് എടുക്കുകയും പുറത്തേക്ക് കളയുകയും ചെയ്യുന്നത്. Excess water and air through this stomata. അവർക്ക് ആവശ്യമില്ലാത്ത എക്സസ് വാട്ടർ, അമിതമായിട്ടുള്ള വെള്ളം പുറത്തേക്ക് കളയുന്നുണ്ട്. അതുപോലെ തന്നെ ഓക്സിജൻ അകത്തേക്ക് എടുക്കുകയും ചെയ്യുന്നത് ടൈനി പോസ് കോൾഡ് സ്റ്റൊമേറ്റ. ചെറിയ സുഷിരങ്ങൾക്ക് പറയുന്ന പേരാണ് സ്റ്റൊമേറ്റ. ടുഡേ വി സ്റ്റഡി ദ വേരിയസ് പാർട്സ് ഓഫ് എ ലീഫ്. ലീഫിന്റെ പാർട്സ് ഏതൊക്കെയാണെന്ന് പഠിച്ചിരുന്നു. ഫസ്റ്റ് വൺ ലീഫ് ബ്ലേഡ്. ലീഫ് ബ്ലേഡ് എന്താണ്? ഫ്ലാറ്റ് ബ്രോഡ് സർഫസ്, വെയിൻസ്, ട്യൂബ് ലൈക്ക് സ്ട്രക്ചേഴ്സ് ദാറ്റ് സപ്ലൈ വാട്ടർ ആൻഡ് ഫുഡ് ടു എവറി പാർട്ട്. എല്ലാ ഭാഗത്തേക്കും എത്തിക്കുന്നു വെള്ളവും അതുപോലെ ഫുഡും വേണ്ടത്. ദാറ്റ് ഈസ് എ മിഡ്റിബ് ഓർ സെൻട്രൽ വെയിൻ. ഇറ്റ് ഗീവ്സ് സപ്പോർട്ട് ടു ദ ലീഫ് ബ്ലേഡ്. ലീഫ് ബ്ലേഡിന് വേണ്ട സപ്പോർട്ട് നൽകുന്നു. വെയിൻസ് റൈസ് ഫ്രം ദിസ് മിഡ് വെയിൻ. മിഡ്റിബിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്? വെയിൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ എന്താ പഠിച്ചത്? ലീഫ് സ്റ്റോക്ക്. ലീഫ് സ്റ്റോക്ക് കണക്ട്സ് ദ ലീഫ് ടു ദ സ്റ്റെം. സ്റ്റെമ്മിലേക്ക് കണക്ട് ചെയ്യുന്ന പാർട്ടിന് പറയുന്ന പേരാണ് ലീഫ് സ്റ്റോക്ക്. 2 ആക്ടിവിറ്റി തന്നിട്ടുണ്ട്. ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ലീവ്സ് 3 എണ്ണം. കളക്ട് ചെയ്യുക, വരയ്ക്കുക, കളർ ചെയ്യുക, അതിന്റെ പാർട്സ് ലേബിൾ ചെയ്യുക. ടെക്സ്റ്റില് പറ്റില്ലെങ്കിൽ നോട്ട്ബുക്കില് ചെയ്യുക. That's all for today. Thank you.